ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കിടക്കാച്ചി ഡേയ്സ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നമ്മുടെ നാടൻ ചീമീൻ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നല്ല പുളിയുള്ള ചീമീൻ നെല്ലിക്ക, മധുരവും പുളിയൊക്കെ ഉള്ള നല്ല പഴുത്ത ചീമീൻ നെല്ലിക്കകളുണ്ട്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉപ്പിലിടാൻ പോകാം. നല്ല നാടനായിട്ടുള്ള നല്ല പഴുത്തിരിക്കുന്നതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ. കൂടുതലും പഴുത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ അടുത്തുള്ള ഒരു ചേച്ചി തന്നാണ് നമുക്ക്. ഇത് നമ്മൾ നല്ല ഉപ്പിലിടാൻ പോവാണ്. അതിനുവേണ്ടി നമുക്ക് ഇത് പച്ചവെള്ളത്തിലിട്ട് നല്ല ശുദ്ധമായ വെള്ളത്തിലിട്ട് കഴുകിയെടുക്കാം. നമുക്ക് നന്നായിട്ട് നിറയുന്ന വിധത്തിൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മേളിൽ കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ആ പൊടിയും മണ്ണും എന്തെങ്കിലും ചള്ളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയണം. നല്ല ശുദ്ധമായത് മാത്രം, നല്ല ഒരു കേടുപാടും പറ്റാത്ത മാത്രം നമ്മളാണ് ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ ഈ നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുക, ഒന്ന് ഇളക്കി കൊടുക്കുക. കൈ വെച്ചൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചീമീൻ നെല്ലിക്കയിൽ നല്ല പഴുത്ത സാധനങ്ങളായിട്ട് നമുക്ക് കിട്ടിയേക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനകത്തുള്ള മണ്ണും പൊടിയൊക്കെ പോകട്ടെ. അതിനുശേഷം നമ്മളൊരു അരിപ്പെടുത്ത് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. നമ്മൾ വേറൊരു അരിപ്പയിട്ട് വെള്ളം ഒലിപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. ആ പൊടിയും മണ്ണൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഴുത്ത നല്ല സുന്ദരന്മാരായ ചീമീൻ നെല്ലിക്ക വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റിയിട്ടോ. നേരത്തെ പാത്രമല്ല, ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അപ്പോൾ നമ്മളിനി ഒരു ഭരണി എടുത്ത്, പ്ലാസ്റ്റിക് ഭരണിയാണ് എൻ്റെ അടുത്തുള്ളൂ. അപ്പോൾ പ്ലാസ്റ്റിക് ഭരണിയിലേക്ക് നമ്മൾ ആ ചീമീൻ നെല്ലിക്കേനെയൊക്കെ വാരിയിടുക. ഓരോന്നായിട്ട് വാരിയിട്ട് നിറച്ച് വയ്ക്കുക. നിങ്ങളുടെ ഈ ഗ്ലാസിൻ്റെ ഭരണി ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത്. ഈ പ്ലാസ്റ്റിക് ഭരണിയേക്കാളും ഗ്ലാസ് ഭരണി തന്നെയാണ് നല്ലത്. എൻ്റെ കയ്യിലിപ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിറഞ്ഞു ചീമീൻ നെല്ലിക്ക. അപ്പോൾ നമ്മളിനി നല്ല ശുദ്ധമായ വെള്ളം നിറഞ്ഞ് നിൽക്കുന്ന ഭാഗത്ത് നിൽക്കണം. വെള്ളം ഒഴിക്കാത്തവരും ഉണ്ട്. ഞാൻ ഇപ്പോൾ ഒഴിക്കുവാണ്. വെള്ളം നിറഞ്ഞ് അതിൻ്റെ ഒപ്പം നിൽക്കണം. ചീമീൻ നെല്ലിക്കയുടെ നിറഞ്ഞ് നിൽക്കുന്ന ആ ഒപ്പം നിൽക്കണം വെള്ളം. അപ്പം നമ്മൾ അത്ര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം. നല്ല വെള്ളം, പച്ചവെള്ളം ആട്ടോ ഒഴിക്കേണ്ടത്. നമ്മൾ ചൂടുവെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിയുപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഇടുന്നവരുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പൊടിയപ്പ് ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ പൊടിയപ്പ് ഇടുകയാണ്. ഞാനിപ്പോൾ ഇടുന്നത് ഒരു ഈ സ്പൂണിൽ 2 ടീസ്പൂണാണ് നിറച്ചുണ്ട്. അത്യാവശ്യം ഫുൾ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫുൾ നിറച്ചുള്ള ഒരു സ്പൂൺ നിറച്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൽ 2 സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇടുന്നത്, പൊടിയുപ്പാണ് ഇടുന്നത് ഞാൻ. നിങ്ങൾക്ക് ഉപ്പ് എന്തോരം അതിനകത്ത് വരുന്നുണ്ട്, നിങ്ങൾ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി രുചിച്ച് തോന്നണം വെള്ളം. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് പറ്റുന്ന ഉപ്പാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 2 സ്പൂൺ ഇത് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കറക്റ്റ് ഉപ്പ് തികഞ്ഞ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇത് മതിയെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഉപ്പ് മേളിൽ കിടക്കണമെങ്കിൽ താഴേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇളക്കി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പച്ചമുളകും ഉണ്ട്, അത് നമ്മളിട്ട് ഒരു എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളക് നടുവിൽ കീറിയിട്ടുണ്ട്. ഇത് നമ്മളൊരു പ്ലാസ്റ്റിക് കൂടെടുത്ത് മേളിൽ വെച്ച് പുഴുവൊന്നും കയറാതിരിക്കും, ഉറുമ്പും പുഴുവും അതുപോലുള്ള ജന്തുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടി, ചെറിയ ജന്തുക്കളൊക്കെ കയറും, അതിന് വേണ്ടി നമ്മൾ ഒരു പ്ലാസ്റ്റിക് ഇട്ട് നന്നായിട്ട് മുറുക്കി അടച്ച് വയ്ക്കുക. ഇതിന് ശേഷം ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ തുറക്കും. അതുവരെ ഒന്നും സൂക്ഷിച്ച് നമ്മൾ ഒരിടത്ത് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് എടുത്തു നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.